പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ഡെസ്ക് ജെറ്റ് പ്രിന്ററായ കനോൺ പിക്സിമ TS307 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം കനോൺ സപ്പോർട്ട് ഇന്ത്യ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ കുറേ വെബ്സൈറ്റുകൾ ഓപ്പണായി വരുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും സപ്പോർട്ട് കനോൺ ഇന്ത്യ എന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, അപ്പോൾ ആ വെബ്സൈറ്റ് ഓപ്പണായി വരുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടറും പ്രിൻ്ററും തമ്മിൽ ആൾറെഡി USB കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് റിമൂവ് ചെയ്യണം. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവസാന ഭാഗം എത്തുന്ന സമയത്ത് സോഫ്റ്റ്വെയറിൽ പറയും കണക്റ്റ് ചെയ്യാൻ. ആ സമയത്ത് മാത്രമേ കണക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, വെബ്സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇവിടെ സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രിൻ്ററിൻ്റെ മോഡൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് താഴെ അതിൻ്റെ പേര് വരുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ സെലക്ട് ചെയ്യുന്നതോടുകൂടി ഈ പേജ് ഒന്നുകൂടി റീഫ്രഷ് ആയിട്ട് അതിൻ്റെ കറക്റ്റ് ആ സോഫ്റ്റ്വെയറുള്ള പേജിലേക്ക് തന്നെ പോകുന്നതാണ്. കണ്ടില്ലേ, പ്രിൻ്ററിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ താഴോട്ട് പോരുക. താഴോട്ട് പോകുന്ന സമയത്ത് ആദ്യം ചെയ്യാനുള്ളത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന അധിക സിസ്റ്റത്തിലും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡിറ്റക്റ്റ് ആയിട്ട് ഉണ്ടാവും. എന്നാലും നിങ്ങൾ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ വിൻഡോസിൻ്റെയും മാക്കിന് കുറേ വെർഷൻസുകൾ കാണിക്കുന്നുണ്ടാവും. അതിൽ ഇതേപോലെ ബ്രാക്കിൽ ഡിറ്റക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ടാവും. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. ആ റീലോഡായി വന്ന ഇവിടെ കുറേ ഇതിൻ്റെ ഡ്രൈവേഴ്സിൻ്റെ ലിസ്റ്റുകൾ കാണുന്നതാണ്. ഇതിൽ സൈസ് കൂടിയൊരു ഫയൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതിലിപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഫയൽ വരുന്നത്. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വരുന്നതാണ്. യെസ്, ഇവിടെ താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് ചോദിക്കുന്നത് ലാംഗ്വേജ് ആണ്, നമ്മൾ ഏരിയയാണ്, അത് ജസ്റ്റ് ഏഷ്യ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് യെസ് എന്ന് കൊടുക്കുക. ഇപ്പോൾ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുന്നു, കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇൻസ്റ്റാളേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണക്ഷൻ മെത്തേഡ് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വീഡിയോയിൽ USB കണക്ഷനാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് USB സെലക്ട് ചെയ്യുക. യൂസ് ദ പ്രിൻ്റർ വൈ USB എന്നുള്ള സെലക്ട് ചെയ്താണ് നെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മോട് കമ്പ്യൂട്ടറും പ്രിൻ്ററും തമ്മിൽ USB കേബിൾ കണക്ട് ചെയ്യാനാണ് പറയുന്നത്. ഈ സമയത്ത് മാത്രമേ നിങ്ങൾ കമ്പ്യൂട്ടറും പ്രിൻ്ററും തമ്മിൽ USB കേബിൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താഴെ കാണുന്ന കംപ്ലീറ്റ് എന്നുള്ളത് കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്താണ്ട് പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഞാനിപ്പോൾ ഇൻസ്റ്റാളേഷൻ ചെയ്തത് കറക്റ്റാണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് കൺട്രോൾ പാനൽ എടുത്തു. അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ആണ് ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പ്രിൻ്ററിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. യെസ്, അപ്പോൾ ജസ്റ്റ് അതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്ന ഓപ്ഷൻ എടുക്കുന്നു. അതിൽ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രിൻറ്റ് ടെസ്റ്റ് പേജ് എന്നുള്ളത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് ഒരു പ്രിൻ്റ് കമാൻഡ് വന്നിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണം. യെസ്, പേപ്പർ പിക്ക് ചെയ്താണ്ട് പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം പ്രോബ്ലം സോൾവ് ആവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.